കേരളത്തിന്റെ സാംസ്കാരിക വൈവിധ്യം ലോകത്തിന് മുന്നിൽ അടയാളപ്പെടുത്തിയ പത്മശ്രീ പെപ്പിത്ത സേത്തിന് ഇന്ത്യൻ പൗരത്വം. തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനിൽ നിന്നും പെപ്പിത്ത പൗരത്വ രേഖ ഏറ്റുവാങ്ങി. 54 വർഷത്തെ ഇന്ത്യയിലെ ജീവിതത്തിനൊടുവിലാണ് 84-ാം വയസ്സിൽ പെപ്പിത്തയ്ക്ക് പൗരത്വം ലഭിക്കുന്നത്. ബ്രിട്ടീഷ് നേവി ഉദ്യോഗസ്ഥനായിരുന്ന വിക്ടർ റാംസെയുടെയും ക്രിസ്ത്യൻ ഇർബിയയുടെയും മകളായി 1942 ഓഗസ്റ്റ് 3 ഇംഗ്ലണ്ടിലെ സഫോക്ക് കൗണ്ടിയിലാണ് പെപ്പിത്തയുടെ ജനനം. ബ്രിട്ടീഷ് പട്ടാളക്കാരനായിരുന്ന മുത്തച്ഛന്റെ ഡയറിത്താളുകളിൽ നിന്നാണ് തന്റെ 27ാമത്തെ വയസ്സിൽ പെപ്പിത്ത സേത്ത് ഇന്ത്യയെക്കുറിച്ച് അറിയുന്നത്. ആദ്യവരവിൽ മുംബൈ, കൊൽക്കത്ത, ലക്നൌ, ബനാറസ് എന്നിവിടങ്ങളിലാണ് സന്ദർശനം നടത്തിയത്. 1972 തന്റെ രണ്ടാം വരവിൽ പെപ്പിത്ത കേരളത്തിലെത്തി. അതുവരെ കാണാത്ത വർണ്ണശബളവും സാംസ്കാരിക വൈവിധ്യവും നേരിട്ടറിഞ്ഞ പെപ്പിത്ത പിന്നെയൊരു തിരിച്ചുപോക്ക് ആലോചിച്ചിട്ടേയില്ല. കേരളത്തിലെ ഉത്സവപ്പറമ്പുകളിൽ നിറസാന്നിധ്യമായി നിലകൊള്ളുന്ന ആനകളുടെയും തെയ്യങ്ങളുടെയും നിരവധി ചിത്രങ്ങൾ പെപ്പിത്ത തന്റെ നിക്കോൺ ക്യാമറയിൽ പകർത്തി ലോകത്തിന് കാണിച്ചു കൊടുത്തു. അക്കൂട്ടത്തിൽ ജനലക്ഷങ്ങളുടെ പ്രിയതോഴനായ ഗുരുവായൂർ കേശവൻ ഉണ്ടായിരുന്നു. 1981 ഹൈന്ദവാചാരപ്രകാരം ക്ഷേത്രപ്രവേശനത്തിന് അനുമതി നേടിയ പെപ്പിത്ത ഗുരുവായൂർ കേശവനെ കുറിച്ചുള്ള ചിത്രങ്ങളിലൂടെയും പഠനങ്ങളിലൂടെയും ശ്രദ്ധേയായി. കേരളീയ സംസ്കാരത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ച 2012 രാജ്യം പത്മശ്രീ നൽകി പെപ്പിത്ത സേത്തിനെ ആദരിച്ചിരുന്നു. Of course it's wonderful. Of course it is. It's a journey that has meant a lot to me, and now I'm Indian. One of the good things about it is I didn't take anything away from anybody else's work. That was important to me. You know, you don't want to. Sometimes people come in from outside and they sort of sweep people aside. So I had to learn. With the Theyyam people, they insisted that I lived in the house in order that I would be able to learn. You have to learn before you start doing. The citizenship by naturalization ആണ്. സാധാരണ മറ്റ് സിറ്റിസൺഷിപ്പിന് നമ്മൾ ചെയ്യാറുണ്ടെങ്കിലും സാധാരണ രജിസ്ട്രേഷനാണ് വരാറ്. എന്തെങ്കിലുമൊക്കെ ഒരു റിലേറ്റീവ്സ്, എന്തെങ്കിലും ഒരു നമ്മുടെ രാജ്യമായിട്ട് ബന്ധമുള്ള പക്ഷേ സിറ്റിസൺഷിപ്പ് ഇല്ലാത്ത അവർക്കാണ് കൂടുതലായിട്ടും വരുന്നത്. പക്ഷേ ഇതൊരു പ്രത്യേക കേസാണ്. നമ്മുടെ സ്റ്റേറ്റിനും എല്ലാവർക്കും ഒരു അഭിമാനിക്കാവുന്ന ഒരു നിമിഷം തന്നെയാണ് ഒരു റിനോൺഡ് ഒരു പേഴ്സൺ സിറ്റിസൺഷിപ്പ് സ്വീകരിക്കുന്നത്. വടക്കൻ മലബാറിലെ ഗ്രാമങ്ങളിൽ തെയ്യം കലാകാരന്മാർക്കൊപ്പം 12 വർഷം സഞ്ചരിച്ച് നടത്തിയ ഗവേഷണത്തിനൊടുവിൽ രചിച്ച ഇൻ ഗോഡ്സ് മിറർ, ദ തെയ്യംസ് ഓഫ് മലബാർ, ദി എഡ്ജ് ഓഫ് അനദർ വേൾഡ്, ദ ഡിവൈൻ ഫ്രൻസി, ഹിന്ദു മിത്സ് ആൻഡ് റിച്വൽസ് ഓഫ് കേരള എന്നീ പുസ്തകങ്ങളും പെപ്പിത്തയുടേതാണ്. അമൃത ന്യൂസ്, തൃശൂർ.